ഒരിക്കൽ കാട്ടിലൂടെ നടക്കുമ്പോൾ ഒരു കുറുക്കൻ ഒരു കെണിയിൽ പെട്ടു. വളരെ പണിപ്പെട്ട് കെണിയിൽ നിന്നും രക്ഷപ്പെടാൻ അവന് സാധിച്ചെങ്കിലും അവനവൻ്റെ വാൽ നഷ്ടപ്പെട്ടു. തൻ്റെ മനോഹരമായ വാൽ നഷ്ടപ്പെട്ടതിൽ കുറുക്കന് വലിയ സങ്കടമുണ്ടായി. മറ്റുള്ള കുറുക്കന്മാർ തന്നെ കാണുകയാണെങ്കിൽ അവർ തന്നെ കളിയാക്കി ചിരിച്ചേക്കുമെന്ന് അവൻ പേടിച്ചു. അതുകൊണ്ട് അവൻ ആരുടെയും കണ്ണിൽപ്പെടാതെ കാട്ടിലൊരിടത്ത് കുറേ നാൾ ഒളിച്ചു താമസിച്ചു. എന്നാലും വൈകാതെ തന്നെ അവന് തനിച്ചുള്ള ജീവിതം മടുത്തു. എങ്ങനെയെങ്കിലും ബാക്കിയുള്ള കുറുക്കന്മാരുടെ കൂട്ടത്തിൽ വീണ്ടും ചേരണമെന്ന് അവന് തോന്നി. വളരെ നേരം ആലോചിച്ച് അവനൊരു ബുദ്ധി കണ്ടുപിടിച്ചു. അവൻ കാട്ടിലെ എല്ലാ കുറുക്കന്മാരുടെയും ഒരു യോഗം വിളിച്ചുകൂട്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തനിക്ക് പറയാനുണ്ടെന്ന് അറിയിച്ചു. കുറുക്കന്മാരെല്ലാവരും ഒത്തുചേർന്നപ്പോൾ വാലില്ലാത്ത കുറുക്കൻ വാലുകൾ മൂലം കുറുക്കന്മാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെപ്പറ്റി ഒരു നീണ്ട പ്രസംഗം തന്നെ നടത്തി. പലപ്പോഴും നമ്മളുടെ വാൽ വള്ളികളിലും മറ്റും കുടുങ്ങി നമ്മൾ ഏറെ ബുദ്ധിമുട്ടാറുണ്ട്. മാത്രമല്ല വാൽ നമ്മുടെ വേഗതയെയും ബാധിക്കുന്നു. വേട്ടക്കാർ പോലും നമ്മളെ വേട്ടയാടുന്നത് നമ്മളുടെ വാലുകൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വാല് മുറിച്ചു കളയുന്നതാവും ബുദ്ധി. വാലില്ല കുറുക്കൻ പ്രസംഗിച്ച് നിർത്തി. കുറുക്കൻ പറഞ്ഞത് ശരിയാണെന്ന് മറ്റുള്ള കുറുക്കന്മാർക്കും തോന്നി. വാൽ മൂലം തങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെപ്പറ്റി കുറുക്കന്മാർക്കിടയിൽ ചോദ്യമുണ്ടായി. എന്നാൽ കൂട്ടത്തിൽ ബുദ്ധിമാനായ ഒരു വയസ്സൻ കുറുക്കനുണ്ടായിരുന്നു. അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ പ്രസംഗിച്ച കുറുക്കനെ തിരിച്ചു നിർത്തി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കും. കുറുക്കൻ്റെ വാൽ നഷ്ടപ്പെട്ടതറിഞ്ഞ മറ്റുള്ള കുറുക്കന്മാർക്ക് അവൻ്റെ ഉപദേശത്തിൻ്റെ പൊരുൾ എന്താണെന്ന് മനസ്സിലായി. അവർ അവൻ പറഞ്ഞത് വകവയ്ക്കാതെ യോഗം പിരിഞ്ഞു പോവുകയും ചെയ്തു.